സ്കൂൾ ഞങ്ങളുടെ സ്വന്തം കൊച്ചുപാടി. ഇത് പാർട്ട് 2 ഓഫ് ട്രാവൽ ടു ഇന്ത്യ. അപ്പം എന്താ നമ്മൾ ഇന്ത്യയുടെ സെക്കൻഡ് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ പോവാം. സെക്കൻഡ് ഫ്ലൈറ്റ് ആയിരുന്നു ഇത്. നമ്മൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഫസ്റ്റ് കാണണം. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു നമ്മൾ ചെയ്ത സാസ്കറ്റ് ടു ടൊറോണ്ടോയുടെ ഫ്ലെയർ ആയിരുന്നു. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ട്രെയിൻ കയറിയത് വന്ന് ടെർമിനൽ 3 ടെർമിനൽ 1 പോവാം. ഈ ട്രെയിനിൽ ഇറങ്ങിയിട്ട് ട്രെയിനിൻ്റെ ബാക്കിൽ കാണിക്കാൻ പോവാം. ഇതായിരുന്നു ട്രെയിൻ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലായിരുന്നു. ഒരു ബ്ലൂ ട്രെയിനാണിത്. നമ്മൾ പെട്ടെന്ന് ഇപ്പോഴത്തെ ഇറങ്ങി 5 or 10 seconds 20 seconds 1 minute പോലും എന്ത് എടുത്തേ ഉള്ളൂ. പെട്ടെന്ന് നമ്മളെത്തി. എപ്പം എന്തായാലും നമ്മൾ ഇപ്പോൾ ടെർമിനൽ 1ലാണ് നമ്മൾ പ്ലെയിൻ്റെ അങ്ങോട്ട് പോവാം. പ്ലെയിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ട് കാണാം. എപ്പം ഫൈനലി ഇത് ട്രെയിൻ മൂവിയും കാണിക്കാൻ മറന്നുപോയി. ഇപ്പം ട്രെയിൻ മൂവ് ചെയ്യുക ഇത് കാണിക്കാൻ മറന്നു പോയാൽ അതാണ് അറ്റം സെയിം ആസ് ഇനിയും കാണാം. വീട്ടിലൂടെ എപ്പം എന്തായാലും ഞാനെല്ലാം ഇപ്പം നമ്മുടെ ചെക്കിനെല്ലാം ചെയ്യുന്ന സെക്ഷൻ ഇവിടെ. പിന്നെ അങ്ങോട്ട് പോകുമ്പം നമ്മുടെ സെക്യൂരിറ്റി എല്ലാം ചെക്ക് ചെയ്യുന്ന ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനപ്പോൾ പെട്ടെന്ന് കാണിച്ചിട്ട് ഇനിയും 100% ഉറപ്പാണ്. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റോട്ട് നടക്കുന്ന സമയത്തെല്ലാം കാണിക്കാം. എന്താണ് ചെക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ടെല്ലാം കാണിക്കാം. അത് അത്രയും കാണിക്കാൻ വേണ്ടി അറിയത്തില്ല. അങ്ങോട്ടാണ് സെക്യൂരിറ്റി ചെക്കിനെല്ലാം. അത് ശരിക്കും കാണത്തില്ല എനിക്കറിയാം. പക്ഷേ ഞാൻ അതിലും ക്ലോസറായിട്ട് അതിലും ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഇനിയും ഞാൻ പറഞ്ഞ പോലെ അതിലും ചെയ്ത ചെക്കിലും ചെയ്തുകൊണ്ട് കാണാം. എന്നിട്ട് ബൈ ബൈ. എയർ ഇന്ത്യ ചെക്കിനാണിത്. എന്താ ചെക്കിനെല്ലാം ചെയ്തുകൊണ്ട് ഇനി സെക്യൂരിറ്റി പോകണം. അപ്പം എൻ്റെ ബാഗിലെല്ലാം ചെക്കിൻ ചെയ്തു. ഇപ്പോൾ സെക്യൂരിറ്റി എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതെന്തു സെക്യൂരിറ്റി സെക്ഷൻ. പിന്നെ എനിക്ക് അലൗഡാണോ അറിയത്തില്ല. പെട്ടെന്ന് അത് കാണിച്ചു ഞാൻ. എപ്പം ഇതാണത് എൻ്റെ പുറഭാഗം. ഇതിന് താഴത്തെ എടുത്തു കാണിച്ചു അറിയത്തില്ല ഞാൻ. എപ്പോഴത്തേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ജസ്റ്റ് നമ്മുടെ ഗെയിലോട്ട് പോവാം. ഗെയിലോട്ട് പോയി ലാസ്റ്റ് ടൈം വരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ബോർഡ് ചെയ്യുന്ന സമയത്ത് കാണാം. ഇപ്പം നിങ്ങളിപ്പം ആ ബോർഡിലും ചെയ്തു. ഇപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ അകത്തോടൊപ്പം കയറിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് നമ്മൾ ടൊറോണ്ടോ ടു ന്യൂ ഡൽഹിൻ്റെ ഫ്ലൈറ്റ് അപ്പം ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് അകത്തോട് നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അകത്തോട് കയറാൻ പോവുക നമ്മൾ. ഇപ്പം നമ്മൾ ഗാങ് വേയും ജെറ്റ് ബ്രിഡ്ജും ക്രോസ് ചെയ്യാൻ പോവുക. അപ്പം ഇത് സത്യം കയറുന്നേ ഉള്ളൂ ടെർമിനൽ വഴിക്കൂടെ. ഇപ്പോൾ കണക്റ്റ് ആയതെല്ലാം കയറിക്കൊണ്ടിരിക്കുക 1 by 1. ഇനി ഞാൻ സീറ്റിൽ എത്തിക്കിട്ട് ടൈം ലാപ്സ് സ്ഥലത്തിൻ്റെ എല്ലാം കാണിക്കാം ലാസ്റ്റ് വീഡിയോ പോലെ. രാത്രിയിലല്ലേ ഞാനിപ്പോൾ മൂവി കാണാൻ പോവാ. നമ്മുടെ ഇതിൽ വലിയ സ്ക്രീനല്ലേ ഈ സ്ക്രീനിലുണ്ട്. അപ്പോൾ അതൊരു മൂവി കാണാൻ പോയാൽ അതിട്ട് ഉറങ്ങാൻ പോവാം. അതുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ മൂവി ചൂസ് ചെയ്യാം. ഇംഗ്ലീഷിൽ നീ കാർട്ടൂൺ മൂവിയൊക്കെ നോക്കുന്നത്. ഇംഗ്ലീഷ് ക്ലാസിക് വെക്കാം. എന്താ നോക്കാം ക്ലാസിക്കിൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് വന്നില്ലേ നോക്കാം. വരും നോക്കട്ടെ. ചിലതിൻ്റെ ഗ്ലിച്ചായത്. ഓ ഗ്ലിച്ചാ വന്നേ. അല്ലേ വന്നു. ഈ കോക്ക് നല്ലൊരു കോമഡി കിഡ്സ് മൂവിയാണ് വന്നത്. ഇതൊക്കെ ആനിമേറ്റഡ് നല്ലത്. അപ്പം ഈ മൂവി കാണാൻ പോകുന്നത്. ഇനിയും ഞാൻ ഇപ്പം ഇതെല്ലാം മോർണിംഗ് ആയിക്കണ്ട് കാണാം.
ഫ്ലൈറ്റിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തു. അപ്പം നമ്മുടെ നാട്ടിൽ ന്യൂഡൽഹിയിലാണ് നമ്മുടെ എയർപോർട്ട്. ഇവിടെ ഇപ്പം വെളുപ്പിന് രാവിലെയാണ്, ഡാർക്കിലുമാണ്. സേഫായിട്ട് ലാൻഡ് ചെയ്തു. ചെക്കൗട്ടിൽ നില ഇറങ്ങി നിങ്ങൾ. അപ്പം എല്ലാം ഓക്കെയാ. ഇനിയിപ്പോൾ നമ്മുടെ ബാഗ് പോയി കളക്ട് ചെയ്യാം. എപ്പോൾ നമ്മുടെ പെട്ടിയിലും KSL 13 പോയി കളക്ട് ചെയ്യാം. നമ്മുടെ പെട്ടിയിലും ബാഗേജ് ഉള്ളത് അവിടെ പോയി കളക്ട് ചെയ്യാം. ഇപ്പം ലഗേജ് എല്ലാം കിട്ടി. നെക്സ്റ്റ് ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ന്യൂഡൽഹിയിൽ നിങ്ങൾ ഇനി കൊച്ചിയിലോട്ടാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും ട്രാവലിംഗ് ടു ഇന്ത്യ പാർട്ട് 3 കാണാം. ബൈ ബൈ.